ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു വാർക്ക വീടായിട്ടാണ്. അതും NH47 നിന്നും 2.5 കിലോമീറ്റർ അടുത്ത്. ചോദിക്കുന്ന വില വളരെ നിസ്സാരമാണ്. അതിനു മുന്നേ ഒരു കാര്യം, നിങ്ങളുടെ വീടോ സ്ഥലങ്ങളോ വണ്ടികളോ അങ്ങനെ വിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെന്തും ഇതുപോലെ വീഡിയോ ആയി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. വളരെ ചുരുങ്ങിയ ചിലവിൽ നമ്മളത് ചെയ്തു തരുന്നതായിരിക്കും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം. തൃശ്ശൂർ ജില്ലയിലെ കണ്ണാറ എന്ന സ്ഥലത്ത് മണ്ണഞ്ചിറ എന്ന ഭാഗത്താണ് ഈ വാർക്ക വീട് സ്ഥിതി ചെയ്യുന്നത്. വീട്ടിൽ നിന്നും വെറും 2.5 കിലോമീറ്റർ മാത്രമാണ് NH47ലേക്കുള്ളത്. അതുപോലെ തന്നെ കണ്ണാറ മലയോര ഹൈവേയിലേക്ക് വെറും 1 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ. വീടിൻ്റെ തൊട്ട് മുന്നേ വരെ ടാറിംഗ് റോഡാണ്. അതുകൊണ്ട് ഗതാഗത സൗകര്യം വളരെ എളുപ്പമാണ്. സെൻറ് ജോസഫ്സ് ചർച്ച്, പെട്രോൾ പമ്പ്, ഗവൺമെൻറ് സ്കൂൾ, പ്രൈവറ്റ് സ്കൂൾ, കണ്ണാറ സെൻറ്റർ, PNB ബാങ്ക്, ആൽപ്പാറ ക്ഷീരോത്പാദക സഹകരണ സംഘം ഇവയിലേക്കെല്ലാം ഈ വീട്ടിൽ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രമാണുള്ളത്. അതുപോലെ തന്നെ പട്ടിക്കാട് സെൻറ്ററിലേക്കും വിലങ്ങന്നൂർ സെൻറ്ററിലേക്കും പീച്ചി ഡാമിലേക്കുമെല്ലാം വെറും 3 കിലോമീറ്റർ മാത്രമാണുള്ളത്. ഇനി നമുക്ക് വീടിനെക്കുറിച്ച് പറയാം. നല്ലൊരു വാർക്ക വീടാണിത്. 4-5 കൊല്ലം മാത്രമാണ് പഴക്കം. ഒറ്റ നില വീടാണ്, പക്ഷേ 2ാം നിലയിലേക്ക് സ്റ്റെയർ ഇട്ടിട്ടുണ്ട്. വലിയ 2 റൂമുകളാണുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂം, അടുക്കള, വർക്ക് ഏരിയ, വലിയൊരു ഹാൾ. 2ാം നിലയിലേക്കുള്ള കപ്പാസിറ്റിയോട് കൂടി ബേസ്മെൻ്റ് ഇട്ട് പണിത വീടാണിത്. വീടിൻ്റെ അരികളിലായി 3 കായ്ഫലത്തോട് കൂടിയ തെങ്ങുകളുണ്ട്. വീടിന് ശല്യം ഇല്ലാത്ത രീതിയിലാണ് ആ തെങ്ങുകൾ നിൽക്കുന്നത്. ഒരു കുടുംബത്തിന് ആവശ്യമായ നാളികേരം ധാരാളമായി അതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട, കാരണം കിണർ വെള്ളവും പൈപ്പ് വെള്ളവും ഇവിടെ തന്നെ ഉണ്ട്. വെള്ളക്കെട്ടോ വെള്ളപ്പൊക്കമോ വരാത്ത ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയധികം സൗകര്യത്തോടെ വരുന്ന ഈ വീടിന് ചോദിക്കുന്ന വില വെറും 28 ലക്ഷം രൂപ മാത്രമാണ്. വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിന് അവർ തയ്യാറുമാണ്. ഈ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വീഡിയോ കാണാത്തവർക്ക് ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും, യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.